പ്രധാനപ്പെട്ട വാർത്തയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് ലക്ഷം കടന്നു. ഇന്നത്തെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,01,600 രൂപയാണ്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണനാണ് ചേരുന്നത്. ഉണ്ണി, കുറച്ച് നാൾ മുമ്പ് ഒരു വാർത്താക്കുറിപ്പ്, അതിൻ്റെ ഒരു ഹെഡ്ലൈൻ എന്ന് പറയുന്നത്, തലക്കെട്ടെന്ന് പറഞ്ഞത് ലക്ഷം പിന്നാലെ എന്നായിരുന്നു. ലക്ഷത്തിലേക്ക് അടുത്ത സ്വർണം എന്നുള്ള നിലയ്ക്കായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഇപ്പോൾ അതാ ലക്ഷം അങ്ങ് കടന്നിരിക്കുന്നു. കാളിദാസ്, തീർച്ചയായും വലിയൊരു മുന്നേറ്റം സ്വർണ്ണവിലയിൽ ഉണ്ടാവുന്നതെന്ന് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ലക്ഷത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യം. വ്യാപാരികളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളെല്ലാം തന്നെ സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നതാണ് കാണേണ്ടത്. എന്നിരുന്നാൽ പോലും ഈ പണിക്കൂലി, അതോടൊപ്പം തന്നെ GST അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി 1 ലക്ഷത്തിന് മുകളിൽ നൽകേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. എന്തായാലും സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് തന്നെ വന്നിരിക്കുന്നു, ലക്ഷം കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയേണ്ടത്. എന്തായാലും പവന് 1,760 രൂപയും ഗ്രാമിന് 220 രൂപയുടെ വർധനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പറയേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം 2 തവണയാണ് സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടായത്. അതിന് പിന്നാലെ ഇന്ന് വലിയൊരു കുതിപ്പ് സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്നു. 1,760 രൂപ ഒറ്റയടിക്ക് കൂടുക എന്നത് ചെറിയ കാര്യമല്ല. ആ രീതിയിൽ പവന് 1,760 രൂപയും ഗ്രാമിന് 220 രൂപയാണ് കൂടിയത്. നിലവിൽ ഒരു പവൻ സ്വർണ്ണം വാങ്ങുന്നതിന് നമ്മൾ നൽകേണ്ടത് 1,600 രൂപ നൽകണം. അതോടൊപ്പം തന്നെ GST, പണിക്കൂലി അടക്കമുള്ള കാര്യങ്ങളോട് നൽകുമ്പോൾ എന്തായാലും ഒരു 1,10,000 അടുത്തേക്ക് വരുമെന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും ഗ്രാമിന് 12,700 രൂപയാണ് ഇന്നത്തെ വിലയെന്ന് പറയുന്നത്. ആ രീതിയിലാണ് ഒരു കുതിപ്പെന്ന് പറയുന്നത്. എന്തായാലും സ്വർണ്ണവിലയിൽ ഒരു കുതിപ്പ് ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. കൂടാതെ ഈ സ്വർണ്ണവിലയിൽ വലിയ വർധന ഉണ്ടാകുമ്പോഴും അത് വലിയ രീതിയിൽ ഈ കച്ചവടത്തെ ബാധിക്കാനുള്ള സാധ്യതയില്ല എന്നതാണ് കാണേണ്ടത്. ഏതായാലും വാങ്ങുന്ന അളവ് കുറയും എന്നത് മാത്രമാണ് ഇതിൽ നേരത്തെ തൊട്ടേ വിദഗ്ധർ പറയുന്ന, സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്ന ഒരു കാര്യം. സ്വർണം വാങ്ങുന്നതിലുള്ള അളവ് കുറയും, പക്ഷേ സ്വർണം വാങ്ങുന്നതിന് കുറവുണ്ടാകില്ല എന്ന് തന്നെയാണ് പറയുന്ന ഒരു കാര്യം. എന്തായാലും ഈ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വലിയ രീതിയിൽ കുത്തനെ ഇടിഞ്ഞതാണ് ഇതിൽ പ്രതിഫലിക്കുന്നതെന്നാണ് കാണേണ്ട ഒരു കാര്യം. കൂടാതെ US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും എല്ലാം തന്നെ സ്വർണ്ണവിലയിലെ പ്രതിഫലിക്കുന്നുണ്ട് എന്നതും കൂടി കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യാന്തര വിപണിയിലെ ചാഞ്ചാട്ടം അടക്കമുള്ള കാര്യങ്ങൾ, നികുതി, ഇതെല്ലാം തന്നെ സ്വർണ്ണവിലയിലും ബാധിക്കുന്നു എന്നതും കൂടി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ എല്ലാം തന്നെ നമുക്കറിയാം, അന്താരാഷ്ട്ര സംഘർഷങ്ങളെല്ലാം തന്നെ ആ രീതിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, കൂടാതെ നികുതി ആയിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതെല്ലാം തന്നെ വലിയ രീതിയിൽ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും സ്വർണ്ണവില 1 ലക്ഷം കടന്നിരിക്കുന്നു. 1,600 രൂപയിലേക്ക് പവന്റെ വില എത്തിയിരിക്കുന്നു. ഗ്രാമിന് 12,700 രൂപയാണ് ഇന്നത്തെ വിലയെന്ന് പറയുന്നത്. കൂടാതെ പവൻ ഇന്ന് വർദ്ധിച്ചത് 1,760 രൂപയും ഗ്രാമിന് 220 രൂപയാണ്. ആ രീതിയിൽ വലിയൊരു വർധനവ്, കുത്തനെ ഉള്ള ഒരു വർധനം ഉണ്ടായെന്ന് തന്നെയാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും കഴിഞ്ഞ ദിവസം 2 തവണയാണ് സ്വർണ്ണവില വർദ്ധിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നിപ്പോൾ 1,760 രൂപ ഒറ്റയടിക്ക് ഉയർന്ന് 1,01,600 രൂപയിലേക്ക് സ്വർണ്ണവില പവന് എത്തിയിരിക്കുന്നതെന്നാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നൊരു കാര്യം. കാളിദാസ്, KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പവന് 12,700 രൂപയാണ് കൂടിയത്, ലക്ഷം കടന്നിരിക്കുന്നു. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില എന്നുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലക്ഷത്തിന് താഴെയായിരുന്നു. എന്നാൽ എപ്പം ലക്ഷം എത്തുമെന്നുള്ള ഒരു ചോദ്യമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് കൂടും, പിന്നെ കുറയും. ഇനിയിപ്പോൾ ഈ 1 ലക്ഷത്തിനും ഇനിയുള്ള ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ വലിയ ചാഞ്ചാട്ടമാണ് പൊതുവെ ഈ കുറച്ച് നാളുകളായി സ്വർണ്ണവിലയിൽ വരാറുള്ളത്. ഒറ്റയടിക്ക് കയറുക, എന്നാൽ കുറച്ചൊന്ന് കുറയുക എന്നുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ നിലവിലെ ആ ചാഞ്ചാട്ടങ്ങളെല്ലാം. ഇനി ലക്ഷത്തിന് താഴേക്ക് ഏതെങ്കിലും ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ പോകുമോ എന്നുള്ളതും ഒട്ടനവധി പേരാണ് ഉറ്റുനോക്കുന്നത്.